എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കഥാപ്രസംഗമായാലോ? ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞാണ് ഏറ്റവും വിലപ്പെട്ടത്. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം ഹൃദയാർദ്രവുമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ വിതുമ്പി നിൽക്കുന്ന മാതൃസ്നേഹത്തിന് അല്പവും കുറവുണ്ടാവുകയില്ല. അതിനൊരു ദൃഷ്ടാന്തമാണ് വൈലോപ്പിള്ളി സാറിൻ്റെ മാമ്പഴം എന്ന കഥാകാവ്യം. മാതൃസ്നേഹത്തിൻ്റെ മാന്യത നിറഞ്ഞു നിൽക്കുന്ന ആ കഥാകാവ്യത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നത്. കഥ മാമ്പഴം. അതാ നോക്കൂ, ആ കാണുന്ന വീടിൻ്റെ മുറ്റത്ത് ഒരു തൈമാവ് പൊൻകുലകളാൽ പൊൻകിരീടം ചൂടി വസന്തദേവതയെ പോലെ പരിലസിക്കുന്ന ആ മാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കമ്പുമായി ആ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു. ഒരു കൊച്ചു കമ്പുമായി ആ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു. ആ മാവിൻ പൂവുകൾ, ആ മണിമുത്തുകൾ ആ ബാലൻ തട്ടിപ്പൊഴിച്ചിടുന്നു. ആ ബാലൻ തട്ടി തകർത്തിടുന്നു. ആനന്ദ ചിത്തേനായി ആഹ്ലാദപൂർണനായി അതിലൊരു പൂങ്കൂല കയ്യിലേന്തി. ആനന്ദ ചിത്തേനായി ആഹ്ലാദപൂർണനായി അതിലൊരു പൂങ്കൂല കയ്യിലേന്തി. ആ മാവിലെ പൂവുകൾ, ആ മണിമുത്തുകൾ ഒരു കമ്പുകൊണ്ട് അവൻ അടിച്ചു വീഴ്ത്തുകയാണ്. അങ്ങനെ കളിച്ചു രസിക്കുകയാണ്. അല്പം കഴിഞ്ഞ് അടിച്ചു പറിച്ച പൂവുമായി അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. നോക്കൂ അമ്മേ, ഈ പൂക്കളെല്ലാം ഞാൻ തല്ലി വീഴ്ത്തിയതാണ്. എനിക്ക് ഇതുകൊണ്ടൊരു മാല ഉണ്ടാക്കി തരുമോ? പുഞ്ചിരിച്ചുകൊണ്ട് ആ പിഞ്ചോമന പറഞ്ഞു. അമ്മ ഒരക്ഷരം പോലും ഉരിയാടിയില്ല, മിണ്ടിയില്ല. അമ്മ മിണ്ടിയില്ല, പിന്നെയൊരക്ഷരം മിണ്ടിയില്ല. മിണ്ടിയില്ല, അമ്മ മിണ്ടിയില്ല, പിന്നെയൊരക്ഷരം മിണ്ടിയില്ല. എന്താ അമ്മയൊന്നും മിണ്ടാത്തത്? എനിക്ക് മാലയുണ്ടാക്കി തരില്ലേ? ഈ പൂക്കൾ തികഞ്ഞില്ലെങ്കിൽ ഇനിയും കൊണ്ടുതരാം. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. എടാ കുർത്തം കെട്ടവനെ, പൂക്കളെല്ലാം പറിച്ചു കളഞ്ഞില്ലേ? ഈ പൂക്കൾ വിരിഞ്ഞ് കണ്ണിമാങ്ങയായി അത് വിളഞ്ഞ് മാവിൽ തന്നെ നിന്ന് പഴുത്ത് കാറ്റടിക്കുമ്പോൾ അത് ഞെട്ടറ്റ് മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. ആ മാവിൽ നിന്ന് തന്നെ ഒരു കമ്പൊടിച്ച് മകനെ അടിച്ചു. ആകാശത്ത് പൂവണിയുന്ന നക്ഷത്രങ്ങളെ പോലും തല്ലി തകർക്കുവാൻ വെമ്പുന്നവരുണ്ടോ? മാമ്പൂ കൊഴിക്കാതിരിക്കുന്നു. അത് അവർക്കൊരു വിനോദം മാത്രം, വിളയാട്ടം മാത്രം. മാല കെട്ടുവാൻ പൂക്കൾ എടുത്തത് കുറ്റമാണോ? മുല്ല, പിച്ചി, റോസാപ്പൂ എന്നീ പൂവുകളെല്ലാം കൊണ്ട് മാല കോർക്കാമെങ്കിൽ എന്തുകൊണ്ട് മാമ്പൂ കൊണ്ടും അതായിക്കൂടാ? പക്ഷേ മാമ്പൂ കൊഴിക്കാൻ പാടില്ല, തല്ലിത്തകർക്കാൻ പാടില്ല.
കേരകവുങ്ങിൻ പൂവുകളൊന്നും തല്ലിത്തകർക്കാൻ പാടില്ല. അത്ര വലിയ വിലയുള്ള പൂക്കളാണെന്ന് അവൻ അറിയില്ലായിരുന്നു. വർദ്ധിച്ച ആനന്ദത്തോടെ ഒരു കൂട്ടം പൂക്കളുമായി അവൻ അമ്മയെ സമീപിച്ചപ്പോൾ ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നെ നീ. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നെ നീ. അമ്മയുടെ ദേഷ്യം അവൻ ആദ്യമായി കാണുകയാണ്. അലറിയ ശബ്ദം അവൻ ആദ്യമായി കേൾക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട അമ്മയിൽ നിന്ന് ഇങ്ങനെയൊരു മാറ്റമുണ്ടായപ്പോൾ പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. മാന്തളിരുപോലെ നേർമയേറിയ ആ കുഞ്ഞു കവിൾത്തടം ചുവന്നു തുടുത്തു. കളങ്കം എന്തെന്നറിയാത്ത ആ കണ്ണ് കണ്ണുനീർ തടാകമായി. ഭാവിയെ മുൻകൂട്ടി പറയുന്നത് പോലെ, അവന്റെ ദേഷ്യം വിളിച്ചറിയിക്കുന്നത് പോലെ, സൃഷ്ടിയുടെ മായാജാലം ദൃഢമാവുന്നത് പോലെ വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ടവൻ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മൺവെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. അമ്മമാർ മക്കളെയും മക്കൾ അമ്മമാരെയും വഴക്കു പറയാറുണ്ട്, ശകാരിക്കാറുമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് പിണങ്ങി ബന്ധുവീട്ടിലോ സുഹൃത്തിന്റെ വീട്ടിലോ പോയി തങ്ങാറുമുണ്ട്. എന്നിട്ട് പോയതുപോലെ തിരികെ വരാറുമുണ്ട്. കാരണം പിണങ്ങാനോ പിരിയാനോ സാധിക്കാത്ത ബന്ധമാണ് മാതൃസ്നേഹം. അമ്മയുടെ തല്ലുകൊണ്ടപ്പോൾ ഈ പിഞ്ചോമനയുടെ കണ്ണിലും വേദനയുടെ വേലിയേറ്റമുണ്ടായി. വർദ്ധിച്ച വേദനയോടെ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മൺവെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. നാളുകൾ പലതു കഴിഞ്ഞു. പൂമൊട്ടുകൾ വിരിഞ്ഞ് കണ്ണിമാങ്ങയായി. അത് വിളഞ്ഞ് ശിഖരങ്ങളിൽ പഴുത്ത് കാക്കകളും കിളികളും അണ്ണാറക്കണ്ണനും എല്ലാം തകൃതിയായി ബഹളം കൂട്ടുകയാണ്. മധുരിക്കുന്ന മാമ്പഴം തിന്നാൻ ആവേശം, ആദ്യം പഴം തിന്നാനുള്ള ആവേശം, അതെല്ലാം നോക്കിക്കൊണ്ട് ഒരമ്മ, നമ്മുടെ ആ അമ്മ നിൽക്കുകയാണ്. നിരാശയോടെ, നെടുവീർപ്പോടെ, പൊട്ടിത്തകർന്ന ഹൃദയത്തോടെ. ആ മാവിലും കാറ്റടിക്കാതിരുന്നില്ല. കാറ്റടിച്ചപ്പോൾ ഒരു മാമ്പഴം ഞെട്ടറ്റ് ആ വീട്ടുമുറ്റത്ത് വീണു. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തന്നത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. കണ്ണിമാങ്ങ പഴുത്തു വീണപ്പോൾ കണ്ണീർ മുത്തുകൾ അടർന്നു വീണു. അത് കാണാനുള്ള കരുത്തില്ലാതെ ആ അമ്മ നിലത്തു വീണ് പൊട്ടിക്കരഞ്ഞു. കാരണം ആ മാമ്പഴത്തിന്റെ ഏക അവകാശി, അത് ഓടിച്ചെന്ന് എടുക്കേണ്ടയാൾ, അവനെ കാണാനില്ല. അവനെവിടെ പോയി? തുങ്കമാമിന ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ. തുങ്കമാമിന ചൂടാൽ തൈമാവിൻ
മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ. അത് കാണാനുള്ള കരുത്തില്ലാതെ ആ അമ്മ ആ മാമ്പഴം കൈകളിലെടുത്തു. എന്നിട്ട് തന്നുണ്ണി കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത് മണ്ണിൽ താൻ നിക്ഷേപിച്ചു. മന്ദമായവൻ ചൊന്നാൾ, ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ. നീരസം ഭവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞേ, നീതു നുകർന്നാലേ അമ്മയ്ക്കോ സുഖമാവൂ. പിണങ്ങി പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ. വരിക കണ്ണാൽ കാണാൻ വയ്യാത്തോരൻ കണ്ണനെ, തരസ നുകർന്നാലും തായ തൻ നൈവേദ്യം നീ. നോക്കൂ, 4 മാസം മുമ്പ് ഏതാനും പൂക്കൾ തല്ലി വീഴ്ത്തിയതിന് ആ അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ മാമ്പഴം വെളുക്കുവാൻ ഞാൻ വരുന്നില്ലെന്ന് അവൻ പറഞ്ഞത് എത്ര അർത്ഥവത്തായി ഭവിച്ചു. ഇനി എന്നുമെന്നും ആ ചുടലയെ നോക്കിക്കൊണ്ട് ആ അമ്മ വിലപിക്കണം. ആ ഹൃദയാഘാതം പെറ്റമ്മയുടെ ഉള്ളിൽ നിന്നും ഒരിക്കലും മാറുകയില്ല. കാരണം മറ്റൊരാളും പെറ്റമ്മയ്ക്ക് തുല്യമല്ല. പെറ്റമ്മ തന്നെ നമുക്കു ദൈവം, മറ്റൊന്നും അമ്മയ്ക്കു തുല്യമല്ല. പെറ്റമ്മ തന്നെ നമുക്കു ദൈവം, മറ്റൊന്നും അമ്മയ്ക്കു തുല്യമല്ല. അമ്മയ്ക്കും അച്ഛനും ഉള്ള പോലെ അന്യർക്കു നമ്മളോടില്ല സ്നേഹം. അമ്മയ്ക്കും അച്ഛനും ഉള്ള പോലെ അന്യർക്കു നമ്മളോടില്ല സ്നേഹം. നന്ദി, നമസ്കാരം. ഈ കഥാകാവ്യം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.